ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ 46ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഇവിടുത്തെ ടെമ്പറേച്ചർ 4 ഡിഗ്രിയാണ്. അതുകൊണ്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് നല്ല മിടുക്കന്മാരായിട്ട് നിൽക്കുന്നു. പല പല കാലാവസ്ഥയിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോണേ? നാക്കു. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 13 ഒഫീഷ്യലി പറയുന്നത്. നമ്മൾ ബ്രേക്കിംഗ് എടുത്ത് കഴിയുമ്പോൾ എത്ര മണിക്കൂറാണെന്ന് അറിയില്ല. അതെ, അപ്പം നാക്കു എന്ന സിറ്റിയിലേക്ക് പോകുന്നു. ഏതാണ്ട് ടിബറ്റിനോട് അടുത്തു അല്ലേ, അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടുള്ള യാത്രയാണെന്ന്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇതാണ്. ഇവിടെ വഴി തീരെ മോശമാണ്. അതുകൊണ്ട് തന്നെ പതുക്കെയാണ് പോകുന്നത്. ഈ വഴി മോശമാകാൻ കാരണം എന്താ വെച്ചാൽ പറഞ്ഞാൽ ഇത്രയും വഴി കംപ്ലീറ്റ്, അതായത് 500 കിലോമീറ്ററോളം മഞ്ഞെല്ലാം ഒരുക്കി മണ്ണുമായിട്ട് ചേർന്ന് വഴി എല്ലാം മുകളിൽ കൂടെ താഴെ കൂടെ എല്ലാം വെള്ളം ഒഴുകി ആശാദുഷകരമായി. ശരിക്കും ഒരു കലാമറ്റി പോലെ, ഒരു ചെറിയൊരു കലാമറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ. അതായത് ഈ മലയിലുള്ള ഇതുപോലെയുള്ള വഴികളിൽ മലയിലുള്ള കംപ്ലീറ്റ് ഐസ് ഉരുകി പെട്ടെന്ന് വഴിയിലേക്ക് കയറി, വെള്ളമായിട്ട് കയറി റോഡ് കംപ്ലീറ്റ് നാശാവിഷയമായി. ഒപ്പം നമ്മുടെ ഈ പറഞ്ഞ ഈ ലോറികൾ പോകുന്നത് ഭയങ്കര ഇഷ്ടം. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ലോറികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ യാത്ര അത്ര സുഖകരമല്ല. അതെ, കടന്നു പോകുന്നത് മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ഇന്നുമുണ്ട് ആ ഓക്സിജൻ പ്രശ്നം. ഇന്നുമുണ്ട് ഇവിടെ. ഹൈറ്റിൽ ആണ് പോകുന്നത്. ഇന്നും ഇവിടെ ഓക്സിജൻ ലെവൽ പ്രോബ്ലമാണ്. ബട്ട് സ്റ്റിൽ എല്ലാം ഫേസ് ചെയ്യും. ഹോട്ടലിൽ ഓക്സിജൻ സിലിണ്ടറും ഓക്സിജനൊക്കെ ഉണ്ട്, ഓപ്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാം തരണം ചെയ്ത് ഫേസ് ചെയ്ത് അങ്ങ് പോകുന്നു. ഓക്കെ, താങ്ക് യു. മുമ്പിലൊരു ട്രാഫിക് ബ്ലോക്ക് കാണുന്നുണ്ട്. ലോറികളുടെ 100 കണക്കിന് ലോറികളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ക്യൂവായി നടക്കുന്നുണ്ട്. ഇത്രയും കാണാനുള്ളൂ, അതിനപ്പുറത്തേക്ക് കാണുന്നില്ല. പുറത്തൂടെ ഇങ്ങനെ കിടക്കുക. ട്രാഫിക് പെട്ട് അതിൻ്റെ എണ്ണം മറന്നുപോയി. അതുകൊണ്ട് ഞാൻ 99 എണ്ണിയായിരുന്നു. അതെ, വളഞ്ഞു കിടക്കുന്നുള്ളത്. ഞങ്ങൾ ഏതായാലും ഓവർടേക്ക് ചെയ്ത് ഇനി ശരിക്കും പോരാന്ന് വിചാരിച്ചു. ആരെങ്കിലും നിലവിൽ ഈ ശരിക്കും ആരും വരാത്തൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം കിടക്കുക. ഇവിടെ ഇതാണ് അവസ്ഥ. എത്ര ടെമ്പറേച്ചർ? 5. അയ്യോ, വഴിയാണെങ്കിൽ തീരെ മോശം. മലയാണെങ്കിൽ ഐസ്. ഞങ്ങളുടെ വണ്ടിയുടെ അവസ്ഥ നമ്പർ പ്ലേറ്റ് പോലും കാണാൻ പാടില്ല. ഈ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒന്നും കാണത്തില്ല. എല്ലാം മൂടിപ്പോയി. ഫുള്ള് ചെളിയാണ്. ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് കാണത്തില്ല. ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് അത്യാവശ്യം കാണാം. അപ്പോൾ അത് ഇനി വന്നിട്ട് വഴി
ക്ലീൻ ചെയ്യണം. ഇന്നിവിടെ നാളെ മുതൽ വഴി നല്ലതാണ്. സോ ഇന്ന് വണ്ടിയെല്ലാം ക്ലീൻ ചെയ്യാം. ഓക്കെ, അഗെയിൻ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇന്നത്തെ യാത്രയിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. ഇന്നലത്തെ യാത്രയുടെ ബാക്കിയാണ് വണ്ടിയുടെ അവസ്ഥ. ഇത് അതുപോലെയാണ് ഇന്നത്തെ ഈ വണ്ടിയുടെ വഴിയും മോശമായിരുന്നു. ഏകദേശം 400 മൈല് കിലോമീറ്റർ പോകാനായിട്ട് 15 മണിക്കൂർ ഞങ്ങളെടുത്തു. ഇന്നും ഏകദേശം അങ്ങനെ തന്നെയാണ് യാത്ര. ഇതാണ് അവസ്ഥ. ഇതുപോലെ ചെളിയാണ് വഴിയിൽ. കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകുന്ന പേടിയാ. ഇരിക്കട്ടെ. നമ്മുടെ സുഹൃത്ത് ഒരു വർഷം മുന്നേ വന്നപ്പോൾ നോബി ഒരു വർഷം ആകുന്നു. ആ സമയത്ത് നോബിക്ക് എന്ന് പറഞ്ഞത് നല്ല വഴിയായിരുന്നു. ഇവിടെ ചൈനയിലേക്ക് ഒരു നേപ്പാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വഴി മോശം ഉണ്ടായിരുന്നുള്ളൂ. ചൈനയിൽ നല്ല വഴിയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ചൈന വഴി മുഴുവൻ തകർന്നു പോയി. നമ്മുടെ പിള്ളേർ തന്നെയാണ്. വഴി ഏതാ പറമ്പ് ഏതാ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. നൂറുകണക്കിന് ട്രക്കുകൾ ഇങ്ങനെ പാർക്ക് സൈഡിൽ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഹെവി ട്രാഫിക്കും. അത് ഒരു 5-6 വിൻമില്ല്, ആ വിൻമില്ലിനെ ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ബൈ റോഡ് ട്രക്കിൽ കൊണ്ടുപോകുമായിരുന്നു അവിടെ. അത് കാരണം ഫുള്ള് ട്രാഫിക്കായി. 9 ട്രക്ക് ഉണ്ടായിരുന്നു വിൻമില്ലുമായിട്ട് പോകുന്നത്. അപ്പോൾ അതൊരു ഫുള്ള് ബ്ലോക്കായിരുന്നു. ഞങ്ങൾ 1.5 മണിക്കൂർ ബ്ലോക്കായിരുന്നു. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ ടിബറ്റിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. ഐസ് പൊതിഞ്ഞ് കിടക്കുന്നു. വഴി നല്ല സൂപ്പർ വഴി. ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക്, ഒരു ചെളിയിൽ നിന്ന് മറ്റൊരു ചെളിയിലേക്ക് 10 മൈല് 10 കിലോമീറ്റർ 5 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകുന്നു. അതിക്കുള്ളിൽ പോകാൻ പറ്റില്ല. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇതെല്ലാം വഴിയെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പുതിയ വഴികൾ വെട്ടുന്ന തിരക്കിലാണ് ചൈനീസ് സർക്കാർ. ഒരു 5 വർഷം കഴിഞ്ഞ് ഇതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ സൂപ്പർ വഴി കൂടെ യാത്ര ചെയ്യാം. ഇതെല്ലാം തകർന്ന വഴിയൊക്കെ ഇത് ഐസ്മല ഇടിഞ്ഞ് വീണതിന് ഭാഗമായിട്ടാണ് ഈ വഴി ഇങ്ങനെ ആയെന്നാണ് പറയപ്പെടുന്നത്.